ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഓഫീസ് മേക്കപ്പ് ലുക്ക് ഇന്ന് ചെയ്യാമെന്ന്. ഞാൻ ലോങ് വീഡിയോയിൽ ഇതുവരെ ഓഫീസ് മേക്കപ്പ് ലുക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. കല്യാണത്തിനൊക്കെ ഉള്ള ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്ത് വീഡിയോ ഇടാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ, എൻ്റെ കൊളീഗ്സ്, ജൂനിയേഴ്സോ, ഇപ്പം ശ്രീയുടെ കൂടെയുള്ള പിള്ളേരാവട്ടെ, ജൂനിയർ പിള്ളേരാവട്ടെ, അവരൊക്കെ പറയുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നല്ല പ്രോഡക്ട്സ് ആണ്, അവർക്ക് യൂസ് ചെയ്തിട്ട് കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടെന്നൊക്കെ കേൾക്കുമ്പം ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഒരു ലോങ് വീഡിയോ ഇടാം. കൂടുതലും ഇപ്പം ഓഫീസ് അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു ലുക്കാണല്ലോ നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലുക്ക് ഇന്ന് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഫേസൊക്കെ ഒന്ന് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നല്ലൊരു സെറം ആദ്യം ഇട്ട് കൊടുക്കുക. ഞാനപ്പം ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു നയാസിനിമേഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യും. ഈ കുറച്ച് നാളായിട്ട് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു സാധനമാണ്. ഇപ്പം കഴിഞ്ഞ നൈക്ക ഹോളിൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു വൈറ്റമിൻ സി സെറം. ഞാനത് ഷോർട്സിലുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. യെസ്, കുറച്ച് നാളായിട്ട് ഞാൻ വൈറ്റമിൻ സിയിൽ ഒരു ബ്രേക്ക് കൊടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാനത് വീണ്ടും വൈറ്റമിൻ സിയിലോട്ട് കടന്നിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ സി സെറം ഏതാണെന്ന് വെച്ചാൽ ഗ്രീൻ ആൻഡ് പേജിൻ്റെ ഒരു വൈറ്റമിൻ സി 20% ആൻഡ് AHA പ്രോ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ സിയുടെ സെറമാണ്. അപ്പോൾ വൈറ്റമിൻ സി സെറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ. എസ്പെഷ്യലി നമ്മൾ രാവിലെയാണ് വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം, നല്ലോണം അതങ്ങ് പെനട്രേറ്റ് ആവും. അത് കഴിഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു നയാസിനിമേഡ് സെറമാണ്. ഞാനിപ്പം ഒരു ഓൾമോസ്റ്റ് ഒരു 2 months ആയിട്ട് ഈ പ്ലമ്മിൻ്റെ നയാസിനിമേഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഇതുവരെ യൂസ് ചെയ്തതിൽ വെച്ച് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നയാസിനിമേഡ് സെറമാണിത്. മുടി സെറം ഒക്കെ ഒന്ന് അബ്സോർബ് ആയതിനു ശേഷം ആണ് മോയ്സ്ചറൈസറിലോട്ട് കിടക്കുന്നത്. ഫേസ് അത്യാവശ്യം ഡ്രൈ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫോർമുലാറക്സിൻ്റെ ബാരിയർ റിലീഫ് ക്രീം ആയിരിക്കും ഇടുക. അല്ലെങ്കിൽ എനിക്കിപ്പം ഈ പറയുന്ന പോലെ എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ്, ഇതുപോലെ റെഡ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബാരിയർ റിലീഫ് ക്രീം ഇടും. അതല്ല എന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഡോട്ട് ആൻഡ് കീയുടെ സെറമേഡ് ആൻഡ് ഹൈറലോണിക് സ്കിൻ ബാരിയർ റിപ്പയർ ക്രീം ആയിരിക്കും യൂസ് ചെയ്യുക. ഇന്നിപ്പോൾ എനിക്ക് ഈ ഒരെണ്ണം യൂസ് ചെയ്യാനാണ് തോന്നുന്നത്. ഞാൻ ഈ മേക്കപ്പൊക്കെ ഇട്ട് തുടങ്ങിയൊരു സമയമുണ്ടല്ലോ, നമ്മളങ്ങനെ യൂട്യൂബിലൊന്നും ആക്റ്റീവ് അല്ല, നമുക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പം ഞാനൊക്കെ പണ്ടെന്ന് വെച്ചാൽ മേക്കപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അങ്ങ് മേക്കപ്പ് ഇടും, ഈ മോയ്സ്ചറൈസറോ അങ്ങനെയൊന്നും ഇടില്ല. അപ്പം ഒരുമാതിരി തോന്നുവേ. ഇപ്പം ഞാൻ ഓരോ വീഡിയോസൊക്കെ കണ്ട് പഠിച്ചും എൻ്റെ സ്കിൻ ഇപ്പം എനിക്ക് നല്ലോണം അറിയാവുന്ന കാരണം എനിക്ക് എങ്ങനെ എൻ്റെ സ്കിന്നിന് മേക്കപ്പ് സ്യൂട്ട് ചെയ്യും, എന്ത് സ്യൂട്ട് ചെയ്യുന്നൊക്കെ ഇപ്പം നല്ലോണം അറിയാം. അപ്പോൾ നമ്മളിതുപോലെ പ്രാക്ടീസ് ചെയ്ത് ട്രയൽ ആൻഡ് എററിൽ കൂടെയൊക്കെ നമ്മളിത് പഠിക്കത്തുള്ളൂ. മോയ്സ്ചറൈസർ ഇട്ടു, ഇത് നമുക്കൊന്ന് കുറച്ച് നേരം അബ്സോർബ് ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കാം. അതിനുശേഷം നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ലിപ് ബാം ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ടിൻഡൽ ലിപ് ബാമാണ്, ഡോട്ട് ആൻഡ് കീയുടെ. എനിക്ക് ഈയിടെയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലിപ് ബാമാണിത്. ഈ ഒരു ലിപ് ബാം ഇടുമ്പോൾ തന്നെ ലിപ്പിനൊരു കളറ് കിട്ടും. ഇപ്പം നിങ്ങൾ കോളേജിലൊക്കെ പോകുന്ന പിള്ളേരാണെങ്കിൽ ഈ ഒരു ലിപ് ബാം മാത്രം ഇടേണ്ട ആവശ്യമുള്ളൂ. നമുക്കിനി സൺസ്ക്രീനിലോട്ട് പോകാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ, ഡോക്ടർ ഷെത്തിൻ്റെ. ഇത് ഒരുപാട് വൈറലായ ഒരു ഹൈപ്പ് പ്രോഡക്റ്റാണ്, ബട്ട് ഇറ്റ്സ് വർത്ത് ദ ഹൈപ്പ്. ഇത് ഞാൻ തീർത്ത ഒരു ട്യൂബ് ഞാൻ കാണിക്കുവാണ്. ഇതുപോലത്തെ 2 or 3 ട്യൂബ്സ് ഉണ്ട്. ഈ ഒരു സൺസ്ക്രീനിന് പകരം വെക്കാൻ എനിക്ക് വേറെ ഒരു സൺസ്ക്രീനും ഇല്ല. ഇപ്പോൾ ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ സൺസ്ക്രീനും നല്ലതാണ്, പക്ഷെ എനിക്ക് അത് നല്ലതാണെങ്കിൽ പോലും ഞാൻ ഈ ഒരു സൺസ്ക്രീനിലോട്ടാണ് വീണ്ടും പോകുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ലോണം ഒന്നിട്ട് കൊടുക്കണം സൺസ്ക്രീൻ.
അപ്പോൾ നമ്മൾ സൺസ്ക്രീനൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഒരു 5 മിനിറ്റ്സോ എന്തെങ്കിലും കൊടുക്കാം. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ മേക്കപ്പിലോട്ട് പോകാം, കാജൽ വരയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ്, കമ്മലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടൊക്കെ വെച്ചേക്കാം. ഇന്നത്തെ എൻ്റെ ഓഫീസ് ലുക്കിനുള്ള ഔട്ട്ലുക്ക് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഞാൻ കുറച്ച് നാളായി ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട്. ഇതൊക്കെ എനിക്കിപ്പോൾ കയറി തുടങ്ങുന്നേ ഉള്ളൂ. അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം ഈ വീഡിയോയുടെ കൂടെ. ഞാനിപ്പോൾ ചെറുതായിട്ടൊരു വെയിറ്റ് ലോസ് ജേർണി ഞാൻ ട്രൈ ചെയ്യുവാണ്. അപ്പം എനിക്കൊരു പർട്ടിക്കുലർ ഹാബിറ്റിലോട്ട് ഞാൻ അങ്ങനെ വന്നിട്ടില്ല, മനസ്സിലായോ? അപ്പം എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളൊരു, എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ആ ഒരു ട്രാക്കിലോട്ട് ഞാൻ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ആ ഒരു ഫുഡ് ഹാബിറ്റ്സും ആ ഒരു ഇതിലോട്ടൊക്കെ ഞാൻ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എൻ്റെ ബോഡിക്ക് എങ്ങനെയാണ് അത് ശരിയാവുക എന്നുള്ളത്. കാരണം ചില സമയത്ത് നമ്മളെ ഫുഡ് അത്രയും കൺട്രോൾ ചെയ്യുമ്പോഴോ വയറ് ഭയങ്കരമായിട്ട് വീർത്ത പോലെ, കല്ലിച്ച പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്, വേദനയും ഒക്കെ തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് അതൊന്നും ഇല്ലാതെ ഞാൻ ആ ഒരു ട്രാക്കിലോട്ട് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഫുഡ് ഹാബിറ്റ്സിൽ കൊണ്ടുവന്ന ചേഞ്ചസ്, എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഞാൻ കൊണ്ടുവന്ന ചേഞ്ചസ്, എന്താ പറയുക, ഈ ഒരു 1-2 മാസമായിട്ട് ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് നിൽക്കാനും, ഞാൻ എന്താ പറയുക, ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഞാൻ എൻ്റെ ഒരു ഹെൽത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ ആയിപ്പോയതുകൊണ്ടാണ്. യെസ്, അപ്പം അതാണ് എൻ്റെ ചെറിയൊരു ലൈഫ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ഫേസിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ആ ഒരു ഡിഫറൻസ് എനിക്ക് അത്യാവശ്യം ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് സൈൻ. അപ്പോൾ നമുക്ക് വിത്തിൻ എ മന്ത് എത്രത്തോളം നമുക്കത് സക്സസ്ഫുള്ളായിട്ട് പോകും നോക്കട്ടെ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിലും എൻ്റെ ഫുഡ് ഹാബിറ്റ്സിലും ഒക്കെ കൊണ്ടുവന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടി കാത്തിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഐ മേക്കപ്പിലോട്ട് പോവാം. ന്യൂട്രൽ ഷെയ്ഡുള്ള ഏതെങ്കിലും ഒരു ഐഷാഡോ പാലറ്റ് നിങ്ങൾ എപ്പോഴും കരുതി വെച്ചേക്കണം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെവല്യൂഷൻ്റെ ഒരു വെൽവെറ്റ് റോസ് എന്ന് പറയുന്ന ഒരു പാലറ്റാണ്. ഇതിപ്പം അവൈലബിൾ ആണോ എന്നെനിക്കറിയില്ല. ഇത് ഞാൻ കുറച്ച് വർഷം, 2-3 വർഷം മുന്നേ എന്തോ വാങ്ങിയതാണ്. ഇതിൻ്റെ കൂടെ ഒരു പാലറ്റും കൂടെ ഉണ്ടായിരുന്നു, അത് ഏകദേശം കാലിയായി. അപ്പം ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ്സ് ഒക്കെ ഉള്ള ഇങ്ങനത്തെ ഒരെണ്ണം തന്നെ ധാരാളം, ഇങ്ങനത്തെ ഒരു പാലറ്റ് തന്നെ ധാരാളമാണ്. അപ്പം ഞാൻ ഓഫീസിൽ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെവല്യൂഷൻ്റെ പാലറ്റ് എടുത്തത്. നമുക്കൊരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എങ്ങാനും കൊടുക്കാം. ഏത് ഷെയ്ഡ് കൊടുക്കാം? എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സിന് ഈ ഒരു ഷെയ്ഡ് മാച്ച് ആവും തോന്നുന്നു, അത് കൊടുക്കാം. ഈ ഐ ഷാഡോ ഒക്കെ നിങ്ങൾ കോളേജിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യാം കേട്ടോ, ആവശ്യമൊന്നുമില്ല. പിന്നെ ഓഫീസിലൊക്കെ പോകുമ്പം നമുക്ക് നമ്മുടെ ഒരു കണ്ണ് കുറച്ചൊന്ന് ഓക്കെ ആയിട്ട് തോന്നാനൊക്കെ ആയിട്ടാണ് ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഞാനിത് എപ്പോഴും ഓഫീസിൽ പോകുമ്പോൾ ഇടാറില്ല. എന്താ പറയുക, രാവിലെ എണീറ്റ് ഒരു ക്ഷീണമൊക്കെ മുഖത്ത് നോക്കുമ്പോൾ ഫീൽ ചെയ്യുവാണെങ്കിൽ കണ്ണൊന്ന് ഓക്കെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു പകുതി പ്രശ്നം സോൾവ് ആവും. അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഞാൻ ഈ ഐ ഷാഡോ ഇട്ട് കൊടുക്കാറുള്ളത്. ഞാൻ ബ്രഷും യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പം ബ്രഷ് അങ്ങനെ വേണമെന്നില്ല, കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മൂഡ് പോലിരിക്കും ബ്രഷ് കൈയും ഒക്കെ വെച്ച് ചെയ്യുന്നത്. താഴെയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരിക്കൽ കൂടെ നമ്മൾ താഴെ ഇട്ട് കൊടുക്കും, അത് ഞാൻ പിന്നെ കാണിക്കാം. അപ്പം കണ്ണിൻ്റെത് ഏകദേശം ആയിക്കഴിഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഐ ഷാഡോ ഇട്ടതായിട്ട് തോന്നില്ല, എന്നാൽ കണ്ണ് കുറച്ച് എടുത്ത് കാണിക്കുന്നതായിട്ടും തോന്നും. ഇപ്പം എൻ്റെ ഫേസ് കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു പൗഡർ ഇടുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പൗഡർ സ്കിപ്പ് ചെയ്യും, കാരണം പുറത്ത് പോകുമ്പോൾ ഈ പൊടിയെല്ലാം നമുക്ക് ഒട്ടിയിരിക്കും നമ്മുടെ സ്കിന്നിലോട്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പൗഡർ യൂസ് ചെയ്യും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മേബിലിൻ ഫിറ്റ് മീയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇത് എനിക്ക് യൂസ് ചെയ്തിടത്തോളം എനിക്ക് മറ്റേ മാക്കിൻ്റെ കോമ്പാക്ട് പൗഡർ ആയിട്ട് എനിക്കിത് നല്ല സിമിലാരിറ്റി, ഇതിൻ്റെ ടെക്സ്ചർ അതുമായിട്ട് നല്ല സിമിലർ ആണ്. മാക്കിൻ്റെ ഒരു ഡ്യൂപ്പ് തപ്പുന്നവർക്ക് ഈ ഒരു എണ്ണം ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 220 നാച്ചുറൽ ബേജ് ആണ് എൻ്റെ ഷെയ്ഡ്. ഇതെൻ്റെ രണ്ടാമത്തേതാണ്, അത് തന്നെ ഞാൻ ഐ ഹാവ് ഹിറ്റ് ദ പാൻ.
നിങ്ങളുടെ സ്കിൻ ഇപ്പം ഇതുപോലെ എന്താ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് മാറ്റ് ഫിനിഷിലാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാൻ കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാറുണ്ട്. ഇന്നിപ്പം കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്കിത് യൂസ് ചെയ്യേണ്ടി വരാറില്ല. അങ്ങനെ ഓഫീസിൽ പോകുമ്പോൾ ഞാൻ അങ്ങനെ കൺസീലർ ഒന്നും യൂസ് ചെയ്യാറില്ല. ഈവൻ പുറത്ത് പോകുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വളരെ റെയറാണ് ഞാനിപ്പം അങ്ങനെ. ഞാൻ മാക്സിമം ഇപ്പം ഞാൻ എൻ്റെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു ഇതാണ് കൊടുക്കാറ്. ഈ കോമ്പാക്റ്റ് ഇടുമ്പോഴേക്കും നമ്മുടെ ഫേസിനൊരു ഫ്രഷ് ലുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഈ ഒരു ഫിനിഷ് മതി. ഇനി നമുക്ക് നമ്മുടെ കാജലിലോട്ട് പോവാം. ഹിമാലയയുടെ ഒരു കാജലാണ്. എനിക്ക് ഇന്ത്യൻ ഔട്ട്ഫിറ്റ്സ് ഒക്കെയാണ് ഞാൻ ഇടുന്നതെങ്കിൽ, ഇപ്പം കുർത്തിയോ ചുരിദാറൊക്കെ ആണെങ്കിൽ എനിക്ക് കണ്ണെഴുതാൻ ഞാൻ പ്രിഫർ ചെയ്യാറുണ്ട്. എനിക്ക് കുറച്ചൊന്ന് മെസ്സി ആയിട്ട് ഉള്ള കണ്ണെഴുത്താണ് ഇഷ്ടം. കുറച്ചൊന്ന് പുറത്തോട്ടൊക്കെ ആവത്തക്ക രീതിയിൽ. അതാകുമ്പോൾ കണ്ണ് കുറച്ചുകൂടെ ഒന്ന് ബോൾഡായിട്ട് ഫീൽ ചെയ്യും. ഇങ്ങനെയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. ഇത് പെട്ടെന്ന് സ്മഡ്ജ് ആവും. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതുപോലൊരു ഐഷാഡോ കൂടെ എടുക്കും. ഐഷാഡോ പാലറ്റ്. ഇതിൽ നിങ്ങൾക്ക് ബ്രൗൺ, ഡാർക്ക് ബ്രൗണും യൂസ് ചെയ്യാം, ഈ ഒരു ബ്ലാക്കും യൂസ് ചെയ്യാം. ഐ പ്രിഫർ ബ്രൗൺ, കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട്, ബ്രൗൺ ഏകദേശം ബ്ലാക്ക് ഒക്കെ പോലെ തന്നെയാണ്, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്ത് അതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് ബ്രഷും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു കണ്ണ് ഞാൻ കൈവച്ച് ഞാൻ എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഒരു മെസ്സി ഐ ലുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൈവച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ ഒന്ന് ഈ കണ്ണിൽ അതിൻ്റെ മണ്ടയ്ക്കൂടെ തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇത് കളർ ബാറിൻ്റെ ഒരു ആംഗിൾഡ് ബ്രഷാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആംഗിൾഡ്, ഞാനിപ്പോൾ കളർ ബാറിൻ്റെ ആണ് എൻ്റെ ഇപ്പോൾ കൈ കിട്ടിയത്. ഒരു ആംഗിൾഡ് ബ്രഷ് ചെറുതെടുക്കുക, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുക്കുക, ഡസ്റ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. വെരി സിമ്പിൾ ആണത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാട്ടോ സമയം ഇങ്ങനെ എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സിൽ ഇതെല്ലാം കഴിയും. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരു ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ കോളേജിൽ പോകുന്ന പിള്ളേരാണെങ്കിൽ നിങ്ങൾ ലിപ്സ്റ്റിക് ഇടണമെന്നില്ല, ഒരു ടിൻറ്റഡ് ലിപ് ബാം തന്നെ ധാരാളം. ഞാനിവിടെ ലവ് എർത്തിൻ്റെ ലിക്വിഡ് മൂസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് ഞാൻ കഴിഞ്ഞ നൈക്ക ഹോളിൽ വാങ്ങിയതാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഐറിഷ് കോഫി. ഇത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് ഒരുപാട് ബോൾഡ് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല, അതെൻ്റെ മൂഡ് പോലെ ഇരിക്കും. അപ്പം ഈ ഒരു ഔട്ട്ഫിറ്റിന് എനിക്ക് കുറച്ച് ന്യൂഡ് ഷെയ്ഡ് കൊടുക്കാനാണ് എനിക്ക് തോന്നിയ ഒരു ബ്രൗൺ ഷെയ്ഡ്. ഞാനൊരു പൊട്ടും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഹെയർ നിങ്ങൾക്ക് പിരിച്ചിടുന്നതും കെട്ടിവെക്കുന്നതൊക്കെ ഒരു പോണിറ്റെയിലാണേലും ഈ ഒരു ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ചേരും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഇനി എൻ്റെ ഒരു കമ്മലും കൂടെ ഇട്ട് ഞാൻ എൻ്റെ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുവാണ്. തത്തമ്മയുടെ ഒരു കമ്മല, ബ്ലൂ കളർ ഫെദറുള്ള തത്തമ്മയുടെ കമ്മലാണ്. ഈ ഒരു കമ്മലാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നത്. ഈ ഒരു വൈറ്റ് ഡോട്ട്സും ബ്ലൂ അല്ല, അപ്പം ഇത് നന്നായിട്ട് പെയറായി പോകുന്നു തോന്നുന്നു. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കമ്മല. സോ
നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് ഓഫീസിൽ പോകാൻ നേരത്ത് പെട്ടെന്ന് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ റെഡി ആവത്തക്ക ഒരു ലുക്കാണിത്. ഫൈനലി ഞാൻ ഒരു പെർഫ്യൂമും കൂടെ ഇടുവാണ്. ഞാൻ സാറയുടെ ഒരു ആപ്പിൾ ജ്യൂസ് ആണ് ഇന്ന് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഒരു മൂഡിന് ഇത് നമുക്കിടാം. എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഓഫീസ് മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.